ഹായ്, ഷാപ്പിൽ ഫുഡ് കഴിക്കണമെന്ന് കുറേ ആയിട്ട് അമ്മ പറയണു. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് അങ്ങനെ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കള്ള് ഷാപ്പുണ്ട്. നല്ല ഫേമസ് കള്ള് ഷാപ്പാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുള്ള കള്ള് ഷാപ്പാണ്. അതുപോലെ തന്നെ ഫാമിലി കേട്ടോ, ഒരുപാട് ഫാമിലികൾ വരുന്നത്. ഞങ്ങൾ അന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ഫാമിലീസ് ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനാണെങ്കിലും ഓരോരോ അറകളാക്കിയിട്ട് അങ്ങനെ ഇരിക്കാനും കുറേ സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഫുഡിന്റെ കേസ് പറയണ്ട, നമുക്ക് എണ്ണ എടുക്കാൻ പറ്റില്ല തന്നെ പറയാം. അത്രയും തോന്നെ ഫുഡുണ്ട്. നമുക്ക് പേരറിയാവുന്ന ഒരുപാട് സാധനങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. ശരിക്കും അമ്മമ്മയും ഞെട്ടി. അതെ, എന്താ വെച്ചാൽ അമ്മ ഷാപ്പിൽ ഫുഡ് പറയുമ്പോൾ എന്തോ വലിയ സംഭവം വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ പറയണ ഇത്രയും ഫുഡ് അധികമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളെല്ലാം കാലിയാക്കിയിട്ടാട്ടോ പോകുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കള്ള് നല്ല മധുരക്കള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിക്കില്ല, അങ്ങനെ 2 കുപ്പി കള്ള് വാങ്ങി തന്നു. ആ ഫുഡ് കൊണ്ടുവരുന്ന ചേട്ടൻ വയ്യാതെ ഇവർക്ക് വേണ്ടി നടന്നിട്ട് ആള് 1 കുപ്പി കള്ള് പറഞ്ഞപ്പോ 2 കുപ്പി കള്ളാള് കൊടുന്ന്. എനിക്ക് തോന്നുന്നു അച്ഛനെ കണ്ടപ്പോ ആൾക്ക് മനസ്സിലായി 1 കുപ്പി കള്ളിൽ 4 ഗ്ലാസ് കൊടുത്തു. ഞാൻ പറഞ്ഞു 4 ഗ്ലാസ് വേണ്ട, ഞങ്ങളീ 3 ആണുങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, ആയിരിക്കണ പെണ്ണ് കഴിക്കില്ല. അങ്ങനെ 3 ആള് കൂടിയിട്ട് ആദ്യം തന്നെ ഭയങ്കര മത്സരമായിരുന്നു. പക്ഷെ 1 കുപ്പി തീർക്കാൻ അവരോട് ശരിക്കും പറ്റിയില്ല. ബാക്കി ഞങ്ങള് ഒരു കുപ്പി ഏകദേശം കഴിച്ചു. ബാക്കി 1 കുപ്പി ഞങ്ങള് വണ്ടിയിൽ വെച്ച് വീട്ടിലേക്ക് കൊടുന്നു. പകുതി വെച്ച് നോക്കുമ്പോഴേക്കും മധുരക്കള്ള് മാറിയിട്ട് അത് കയ്പുള്ള കള്ളായി മാറി. ഇവിടെ വന്ന് ഞാൻ നല്ല മൂപ്പ് കൂടി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കള്ളുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കുപ്പി കള്ള് വാങ്ങി കഷത്ത് വെച്ച് വരണമെന്ന് പറയാം. അപ്പൊ അച്ചുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് തീർക്കാൻ പറ്റാത്ത ബാക്കി അത് കഷത്ത് വെച്ചിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ ഫുഡുകളിൽ ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മീൻ തല, അതേപോലെ ഞണ്ട്, ചെമ്മീൻ, കക്ക, പിന്നെ എന്തായിരുന്നു ഏട്ടാ, മുട്ട, മറ്റേ കാടമുട്ട, പിന്നെ പരുന്നല്, മീൻ്റെ ബീഫ്, പോർക്ക്, ചിക്കൻ്റെ മറ്റേ ആടിന്റെ ബോട്ടി, അതുപോലെ ബ്രെയിൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മൊത്തം നമ്മൾ ശരിക്കും വാങ്ങിയിട്ടില്ല. അതൊന്നും വേണ്ട പറഞ്ഞു, നമ്മൾ കഴിക്കില്ല, അതൊന്നും വേണ്ട പറഞ്ഞു. താറാവ് അതൊന്നും മേടിച്ചില്ല. ഞാൻ നോക്കുമ്പോ ഒരു വലിയൊരു ഞണ്ടിന്റെ കാലും പിടിച്ചിട്ട് ഒരാളുണ്ട്. കുറെ നേരം ഇത് കടി തുടങ്ങിയിട്ട് കടിച്ചിട്ട് പൊട്ടണില്ല. അപ്പൊ അപ്പുറത്തേക്കൊക്കെ ശബ്ദം കേട്ടു തുടങ്ങി, കറുകൊണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമം എന്ന് പറയാം. എന്താ വെച്ചാൽ അത് കടിച്ചാ പൊട്ടണം. അത് മാത്രമല്ല നമുക്ക് നാണക്കേടാവും. അപ്പുറത്തുള്ളവരൊക്കെ അത് ശബ്ദം കേട്ടോണ്ടിരിക്കുക. അല്ല, പ്രത്യേകിച്ച് നാണക്കേടൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഓരോരോ ക്യാബിനുകളാണ്, ഓരോ ഫാമിലികൾക്കായിട്ട് ഇരിക്കാം. പക്ഷെ അച്ചുട്ടി ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ ഭയങ്കര ശബ്ദം, അപ്പോൾ കടി നിർത്തും. അങ്ങനെ കുറെ നേരം തന്നെ പറയാം, കുറെ നേരം ഇത് കടിച്ചൊരു കാല് പൊട്ടിച്ചെടുത്തു കേട്ടാ. അയ്യോ, പല്ലുവേദന എടുക്കായിരുന്നു ശരിക്കും. അത് പൊട്ടണത് ഭയങ്കര ഉറപ്പായിരുന്നു. നമുക്ക് ഇത്രയും വലിയ ഞണ്ടൊന്നും നമ്മുടെ അവിടേക്ക് വരുന്നില്ല. അങ്ങനെ പൊട്ടിച്ച്. അതുപോലെ ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ഒന്നും വരുത്തിയില്ല. പക്ഷെ എല്ലാവർക്കും ഇളകാൻ പറ്റാത്ത രീതിയിലായി. കാരണം എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് എല്ലാത്തൊന്നും കഴിക്കാം. എനിക്ക് ഇതിലെല്ലാം ഇഷ്ടമില്ല. കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നുള്ളൂ. അത് ഞാൻ കൂടുതൽ കഴിച്ചു. അങ്ങനെ അവസാനം എല്ലാം തുല്യമായി എന്ന് പറയാം. ഈ ഷാപ്പിൽ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഈ മാപ്രാണം ഷാപ്പിലേക്ക് ചെല്ലുക. അവിടെ എന്തായാലും ഫാമിലി ആയിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റിയതാണ്. അപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് പോവാം. ഈ ഷാപ്പിൽ പോകുമ്പോൾ എന്താ കരുതുക, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. അവിടെ നമുക്ക് ഫാമിലി ഇരുന്ന് കഴിക്കാനും കുടിക്കാനുമുള്ള സൗകര്യമുണ്ട്. ബാലൻസ് പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ബാലൻസ് വല്ല കള്ളുകുപ്പി കഷത്ത് വെച്ചിട്ട് അച്ചുട്ടി കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഈ വണ്ടികൾ കിടക്കുന്നതൊക്കെ ഫാമിലി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.